ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ലയത്തിൽ വന്നതോടെയാണ് എൻ്റെ വിജ്ഞാനം, അതിൻ്റെ ഒരു ചക്രവാളം ഇത്രയേറെ വികസിച്ചത്. ശരിക്കും പറഞ്ഞാൽ പ്രായം എന്നെ മെമ്മറിയെ ബാധിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ലേണിംഗ് കപ്പാസിറ്റിയൊക്കെ ബാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ലയത്തിലെ ഓരോ ക്ലാസ്സും, ഈച്ച് ആൻഡ് എവരി സെഷൻ, നമുക്കത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. വളരെ ഹെൽപ്ഫുള്ളായിരുന്നു, എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. പറഞ്ഞാൽ സാറ് വിശ്വസിക്കില്ല. പേഴ്സണാലിറ്റി, റിസർച്ച് മെത്തഡോളജി, ഇത് രണ്ടും ഞാൻ സൂപ്പറായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അതുപോലെ തന്നെ ശരിക്കും ലൈഫ് സ്പാൻ സൈക്കോളജി, ആ മാഡം പഠിപ്പിച്ചത് എല്ലാം അതുപോലെ തന്നെ ചോദിച്ചു, ആ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ചു. അത് അത്രയും സൂപ്പറായിട്ടല്ലെങ്കിലും അതും പിന്നെ നമ്മുടെ അടുത്ത അത് നന്നായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ആ കൂടെ എനിക്ക് എഴുതി ഫലിപ്പിക്കാൻ പറ്റാതെ പോയത് സോഷ്യൽ സൈക്കോളജി, അഡ്വാൻസ് സോഷ്യൽ സൈക്കോളജിയാണ്. ഗൗരി മാഡം നല്ല ക്ലാസ് ആയിരുന്നു, ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയി. പക്ഷേ ക്വസ്റ്റ്യൻസ് എനിക്ക് അത്ര കണ്ട് എഴുതി ഫലിപ്പിക്കാൻ പറ്റിയതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് എനിക്കത് ജസ്റ്റ് പാസ്, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് നല്ല സ്കോർ കിട്ടുമെന്ന് ഉറപ്പുണ്ട്. എന്തായാലും ലയത്തിനെ കുറിച്ച് ഞാൻ ആരോടൊക്കെ എന്തൊക്കെ പറയാൻ പറ്റുമോ അതെല്ലാം ഞാൻ പറയുന്നുണ്ട്. എല്ലാവരും ഞാൻ ക്യാൻവാസ് ചെയ്യുന്നുണ്ട്. ലയത്തിലെ എല്ലാ സ്റ്റാഫിനും, സ്ഥാപനത്തിലെ എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ നന്ദി ഞാൻ അറിയിക്കുന്നു. അന്ന് ഞാനൊരു ദിവസം വരുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ റിസൾട്ട് ഒന്ന് വരട്ടെ സാറേ. എന്തായാലും എനിക്കത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇന്നലെ പിന്നെ ഗ്രൂപ്പിൽ എല്ലാവരും കോമ്പറ്റീഷനായിരുന്നു, പരസ്പരം പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ ഒന്ന് തുറന്ന് പറയാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. എന്നാലും ഒരിക്കൽ കൂടെ കോൺവേയിങ് മൈ വോട്ട് ഓഫ് താങ്ക്സ് ടു ദ ഇൻസ്റ്റിറ്റ്യൂട്ട്.